ഇന്നത്തെ വീഡിയോയിൽ ChatGPT ഉപയോഗിച്ച് എങ്ങനെ സെൻസസ് ലേഔട്ട് മാപ്പ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ HLO ആപ്പിലുള്ള മാപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ChatGPTയിലേക്ക് പോകണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ChatGPTയിലാണ് ഉള്ളതെന്ന്. എല്ലാവരുടെയും ഫോണിൽ ChatGPT ഉണ്ടാകും. ഇനിയില്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ChatGPT എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ChatGPT ഓപ്പൺ ആകും. തുടർന്ന് ആ ChatGPTയിലേക്ക് പോകുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളെടുത്ത സ്ക്രീൻഷോട്ട് ഫോട്ടോ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് ആ സ്ക്രീൻഷോട്ട് ഇവിടെ വരുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരു പ്രോംപ്റ്റ് നൽകേണ്ടതുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ആ പ്രോംപ്റ്റ് നൽകി എങ്ങനെ ഇത് ജനറേറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം. പ്രോംപ്റ്റുകൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെക്സ്റ്റായും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽ ലിങ്ക് ആയും നൽകാം. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇവിടെ പ്രോംപ്റ്റ് നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കുമല്ലോ, നിങ്ങൾ മാപ്പ് നൽകിയതിനു ശേഷം ഞാൻ ഇവിടെ പ്രോംപ്റ്റ് നൽകി. പ്രോംപ്റ്റ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. നോക്കൂ, ക്ലിക്ക് ചെയ്ത ശേഷം ഇമേജ് ക്രിയേറ്റ് ആയി വരുന്നത് കണ്ടോളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മാപ്പ് വരുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ അല്പസമയം കാത്തിരിക്കുക. ഒരു 4-5 സെക്കൻഡ് കാത്തിരുന്നാൽ മാപ്പ് പ്രത്യക്ഷപ്പെടും. ഇവിടെ അത് ജനറേറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നോക്കൂ, നിങ്ങളുടെ മാപ്പ് വന്നിരിക്കുന്നു. ഇത് ഏകദേശം 99% സമാനമായിരിക്കും. അത് ഇവിടെ വന്നത് കാണാൻ കഴിയുമല്ലോ. മറ്റൊരു പ്രോംപ്റ്റ് നൽകി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഒരു പ്രോംപ്റ്റിൽ നമ്മൾ നോക്കിയപ്പോൾ അത് ഇങ്ങനെയാണ് വന്നത്. നിങ്ങൾ 2-3 പ്രോംപ്റ്റുകൾ നൽകി നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് വ്യക്തമായ ചിത്രം ലഭിക്കാൻ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകണം. അത് നൽകിയതിനു ശേഷം നിങ്ങൾ ഇവിടെ പരിശോധിക്കൂ. ഇതാ മറ്റൊരു ചിത്രം കൂടി നൽകുന്നു. നോക്കൂ, അതെ, ആ ചിത്രം ഞാൻ ഒന്നുകൂടി നൽകുന്നു. അവിടെ ഞാൻ പുതിയൊരു പ്രോംപ്റ്റ് കൂടി നൽകാം. അത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ആ ചിത്രം തന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണത്. അതുകൊണ്ട് ഞാൻ ആ പ്രോംപ്റ്റ് ഇവിടെ നൽകുന്നു. ശ്രദ്ധിക്കൂ, ഞാൻ പ്രോംപ്റ്റ് ഇവിടെ നൽകുന്നു. നിങ്ങൾക്ക് കാണാം ഇതാ ഞാൻ പ്രോംപ്റ്റ് നൽകുന്നു. നോക്കൂ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നോക്കൂ, ഇതുപോലെ മാപ്പ് വരും. നമുക്ക് അല്പസമയം കാത്തിരിക്കാം. 1 മിനിറ്റ് മാത്രം. നോക്കൂ, ഇതാ ഇവിടെ വന്നു. നോക്കൂ, ഇതിങ്ങനെ വരും. അതിനുശേഷം നിങ്ങൾ ഗിവ് മീ ദിസ് ഇമേജ് റൈറ്റ് നൗ എന്ന് നൽകുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുപോലെ ഇവിടെ നിങ്ങൾ ഗിവ് മീ ദിസ് മാപ്പ് റൈറ്റ് നൗ എന്ന് നൽകിയാൽ മതി. അതിനുശേഷം എന്റർ ചെയ്യുക. അപ്പോൾ അതുപോലെയുള്ള ഒരു എഴുത്ത് വരും. ഇതൊന്ന് വായിച്ചു നോക്കൂ എന്താണുള്ളതെന്ന്. മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാറ്റാവുന്നതാണ്. പിന്നെ അതിനുശേഷം ഇവിടെ ഗിവ് മീ ദിസ് മാപ്പ് റൈറ്റ് നൗ എന്ന് നൽകുക. റൈറ്റ് നൗ നൽകിയ ശേഷം ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റ് ഇമേജ് കാണാൻ സാധിക്കും. ഇമേജ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇമേജ് ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഇവിടെ വരും. നമുക്ക് കുറച്ച് സമയം കാത്തിരിക്കാം. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിത്രം ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കൊടുത്ത ശേഷം ചിത്രം വളരെ വ്യക്തതയോടെയാണ് വന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ പൂർണ്ണമായ വ്യക്തത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പൂർണ്ണമായ വ്യക്തതയോടെയാണ് ഇത് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഇതാണ് ആ ചിത്രം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മാപ്പിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇതുപോലെ ഇവിടെ നൽകുക. അതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല നിലവാരമുള്ള മാപ്പ് ലഭിക്കും. അതായത് ഇത് 100% പെർഫെക്റ്റ് ആയിരിക്കില്ല, എങ്കിലും നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിക്കും.